ചെത്തിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ണീറൊന്നുമില്ല, ഇങ്ങനെ മത്തങ്ങ കുറേക്കാന്റെ പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. ഇപ്പൊ അത് അൽബാനിയുടെ പല കിതാബുകളും വായിച്ചിട്ട് എനിക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഇപ്പൊ ഈ സമൂഹത്തിലേക്ക് തൗഹീദ് പ്രചരിപ്പിക്കുമ്പോൾ അവര് നമ്മളെ ക്ലിപ്പ് നിങ്ങളെ പോലത്തെ രണ്ടോ മൂന്നോ നാലോ ക്ലിപ്പ് ഇട്ടിട്ട് ഞങ്ങളെ വായടപ്പിക്കുന്നുണ്ട്. ഇതിനെന്താണ് ഒരു കോമഡി? അവരെ ക്ലിപ്പ് മുഴുവൻ ഇടാൻ വേണ്ടി പറയാ. മുമ്പ് നമ്മൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്തുക. അത് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ടെ ധൃതിയൂട്ടണ്ട. സക്കരിയ സലാഹി പറഞ്ഞാലും ആര് പറഞ്ഞാലും മുമ്പ് പറഞ്ഞത് അബദ്ധമാണ് എങ്കിലത് തിരുത്തണം. അബ്ദുസലാം സുല്ലമിയുടെ ശിഷ്യനായി കുറെ കാലം നടന്ന ഞാന് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. തിരുത്തിയ കാസറ്റ് വരുന്നുണ്ടല്ലോ, നിങ്ങൾ കേട്ടില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയ അബദ്ധം പ്രസ്ഥാനത്തിന്റെ മൊത്തം അബദ്ധമായി ചിത്രീകരിക്കുന്ന ശരിയല്ല. എനിക്ക് അബദ്ധം ഞാൻ തിരുത്താനേ എനിക്ക് പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഇനിയും പഴയ മാറ്റങ്ങളൊക്കെ വരേണ്ടി വരും. അപ്പൊ ആദ്യമായിട്ട് നമ്മളൊന്ന് പൊതുജനങ്ങളിലും ഇറക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഇനി ഞങ്ങൾ മാറ്റും ചിലപ്പോ കിട്ടിയാൽ. ഇപ്പൊ നമ്മൾ പറയുന്ന തെളിവുകളാണ് ഏറ്റവും നല്ല തെളിവെന്നാണ് നമ്മൾ പറയുന്നത്. ഇന്ന് ഭൂമി മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് തൗഹീദ് സംസാരിക്കുന്നവർ മുജാഹിദ് പ്രസ്ഥാനം എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാം നല്ലത് എന്നല്ല നമുക്കറിയിക്കുന്നത്. നിങ്ങളെപ്പോലത്തെ പണ്ഡിതന്മാരെ കൊടുക്കാമെന്ന് മനസ്സിലാക്കി അപ്പൊ ഈ ഇതുപോലെയുള്ള ചില തെറ്റുതിരുത്തലുകൾ ഇനിയും ഉണ്ടാവും എന്നും സൂചന നൽകണം. എല്ലാവരും മഅസൂമുകളാണ് എന്ന് മുജാഹിദുകൾ ആരോടും പറഞ്ഞിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ സഹാബിയെ കൊണ്ടുവരപ്പെട്ടപ്പോൾ റസൂൽ ഉടൻ തന്നെ ചോദിച്ചതെന്താണെന്നോ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്ക് ഈ സഹാബിക്ക് ഇങ്ങനെ ബാധിക്കാൻ ആരെങ്കിലും സംശയമുണ്ടോ? കാലു, അവര് പറഞ്ഞു, ആമിർ ബിൻ റബിയ, ആമിർ അദ്ദേഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള ചോദിച്ച ചോദ്യം എന്തെന്നോ, അലാമ യഖ്തുലു അഹദുക്കും അഖാ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കൊല്ലുകയാണോ? സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ കൊല്ലുകയാണോ? ഇദാ റഅ അഹദുക്കും മിൻ അഖീഹി മാ യുഅ്ജിബുഹു, തന്റെ സഹോദരനിൽ അത്ഭുതമുളവാക്കുന്ന ഒന്ന് നിങ്ങൾ കണ്ടാൽ ഫൽയദ്ഉ ലഹു ബിൽ ബറക, നിങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണേ. വരാതിരിക്കാനുള്ള മുൻകരുതലാണ് ആദ്യം പറഞ്ഞത്. നമുക്ക് അത്ഭുതമുണ്ടാക്കുന്ന ഒന്ന് തന്റെ സഹോദരനിൽ കണ്ടാൽ ആദ്യം പറഞ്ഞു മാഷാ അല്ലാഹ്, അല്ലാഹു യുബാരിക് ഫീഹി, നിന്നിൽ അല്ലാഹുവിന്റെ ബറക്കത്തുണ്ടാകട്ടെ, അല്ലാഹ് നിനക്ക് ബറക്കത്ത് നൽകട്ടെ, മാഷാ അല്ലാഹ്. അത് കണ്ണേറിനെ തടുക്കുന്ന ഒന്നാണ്. ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ആ ചികിത്സയുടെ ഒന്നാം രൂപം പഠിച്ചോ. എന്താ നബി ചെയ്തത്? സുമ്മ ദഅ ബിമാഇൻ, വെള്ളം കൊണ്ടുവരാൻ റസൂല് ആവശ്യപ്പെടുന്നു. വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ടോ ഫഅമറ ആമിറൻ, ആമിറിനോട് റസൂലുള്ള കൽപ്പിക്കുന്നു, ഉളൂവെടുക്ക് ആമിറേ, ഉളൂവെടുക്ക് ആമിറേ. ആമിർ കാരണമാണല്ലോ കണ്ണേറുണ്ടായത്. അതുകൊണ്ട് ആയിൻ, കണ്ണേറ് ആരുടെ കാരണമായോ ഉണ്ടായത്, അവനോട് റസൂലുള്ള പറഞ്ഞിരുന്നു ഉളൂവെടുക്കാൻ. അങ്ങനെ ഫഗസല വജ്ഹഹു, അദ്ദേഹത്തിന്റെ മുഖം കഴുകി, വയദൈഹി, കൈകൾ കഴുകി, ഇലാ മിർഫഖൈനി, മുട്ടുവരെ, വറുകുബതൈഹി, കാലിന്റെ മുട്ടുവരെ കാല് കഴുകി, വദാഖിലത ഇസാരിഹി, അതുപോലെ തന്നെ അരഭാഗമില്ലേ, ആ തുണിയെടുക്കുന്ന അരഭാഗം, ആ ഭാഗവും കഴുകാൻ പറഞ്ഞു. എന്നിട്ട് വഅമറഹു അയ്യസുബ്ബ അലൈഹി, ആ ബാധേറ്റ കണ്ണേറ് ബാധിച്ചു പോയ സഹാബിയുടെ മേലെ പിന്നിൽ നിന്ന് ആ വെള്ളം ഒഴിക്കാൻ വേണ്ടി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വെള്ളമൊക്കെ ഫീ ഖദഹിൻ, മറ്റു റിപ്പോർട്ട് പ്രകാരം ഒരു പാത്രത്തിലേക്ക് കഴുകുകയും, സുമ്മ സുബ്ബ ദാലികൽ മാഉ അലൈഹി, ആ വെള്ളം ഒഴിക്കുന്നു. എന്ത്? യസുബ്ബുഹു റജുലുൻ അലാ റഅസിഹി വലഹിരിഹി, തലയുടെ മുകളിലൂടെ പിന്നിൽ നിന്ന് പുറത്തേക്ക് അതാ വെള്ളം ഒഴിക്കുന്നു. മിൻ ഖൽഫിഹി, ബാധിച്ചയാളുടെ പിന്നിൽ നിന്ന്. അങ്ങനെയാകുമ്പോൾ യുക്ഫിഉൽ ഖദഹ വറാഅഹു ഫഫഅല ബിഹി ദാലിക, പാത്രം ബാക്കിൽ വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ അങ്ങ് ചെയ്തപ്പോ കേൾക്കണോ, ഫറാഹ സഹലുൻ മഅന്നാസി ലൈസ ബിഹി ബൈസുൻ, ആ നിമിഷം തന്നെ അതാ സഹലിന്റെ രോഗം അങ്ങ് മാറിപ്പോയി. ഇത് കേട്ടാൽ ചില ആളുകൾ പറയും, പടച്ചോനെ എന്തൊരു ഖുറാഫാത്താണ് ഈ പ്രചരിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നമുക്കത് പറയാൻ പറ്റുമോ?
നമുക്ക് അംഗീകരിക്കാൻ കഴിയൂല എന്ന് വിചാരിച്ച് നമുക്കിത് തള്ളാൻ പറ്റുമോ സഹോദരങ്ങളെ? തള്ളാൻ കഴിയൂല. അപ്പൊ ബാധ നോമ്പ് ചിലപ്പോൾ ഞാൻ പോയിനാണ് ക്ലാസ്സിൽ 2-3 ഗ്യാസറ്റൊക്കെ ചെറുമ്പൊക്കെണ്ടല്ലോ അയാള്, അതായത് കണ്ണേറ് കൊണ്ടാൽ ഇരുപത്തോടത്ത് കലകിയിട്ട് തണ്ണി കുടിക്കണമെന്നല്ല പറയുന്നു. അപ്പൊ ഞാൻ വിളിക്കുന്നു കണ്ണേറ് കൊണ്ട് ഞങ്ങൾക്ക് ആരെയും അവിശ്വസിക്കുന്നു. ഇത്ര ആളുണ്ട്, ആളില്ലായിരുന്നു. ഒരു മിനിറ്റ്, ഇത് വല്ലാത്തൊരു അപകടത്തിന് പോയിന്റാണ് എനിക്ക്. രണ്ടാമത് ഈ ജാത്തില്ല. അപ്പൊ ഞങ്ങൾക്കൊരു ഡൗട്ട് വന്നു, ഒരു പെണ്ണിന്റെ മേലെ കണ്ണേറ് കൊണ്ടത്, ആ പെണ്ണിന്റെ അവിടെ കലകിയിട്ട് കുടിക്കാമോ? അല്ലെ, നമ്മൾ ഗൗരവത്തോടെ വിഷയം കാണുക. എന്ന് വെച്ചാല് നമ്മള് അതിന് വന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാല്, ഒന്ന് കണ്ണീർ അല്ലാഹു ഹഖ്ഖുൻ എന്ന് പറഞ്ഞ ഹദീസാണ്. കണ്ണീർ അത് സത്യമാണ് എന്ന് പറഞ്ഞ ഹദീസ്. അല്ലാഹു ഹഖ്ഖുൻ, കണ്ണീർ സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹുവിന്റെ ഖദറിനെ അതിജയിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായും കണ്ണീറായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അൽ ഐൻ ഹഖ്ഖുൻ വലൗ കാന ശൈഉൻ സാബിഖുൽ ഖദരി സബഖത്തുൽ ഐൻ വൈദസ്തുൽതും ഫഅസിലു. ഇതാണ് ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞ ഉറപ്പ്. അതായത് കണ്ണീർ പലിച്ചിട്ട് നിങ്ങളോട് കഴുകിക്കൊടുക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കഴുകി കൊടുക്കുക. ഇതാണ് മുസ്ലിമിന്റെ ഹദീസ്. ഈ ഒരു സമ്മേളനത്തിന് ആളുകൾ പോകുക, എറണാകുളം ഭാഗത്തായിരുന്നു സമ്മേളനത്തിനുള്ളിലുള്ള ഒരാൾക്ക് ഛർദി വന്നു. അപ്പൊ ഛർദി വന്ന അയാൾ ഛർദിച്ചപ്പോ ഒരു മാംസത്തിന്റെ തുണ്ട് പുറത്തേക്ക് അടി ദഹിക്കാതെ കിടക്കണത് പുറത്തേക്ക് കളയാന്നുള്ളത് ശരീരത്തിന്റെ പ്രത്യേകം. ഒന്നില് മുന്നിലൂടെ അല്ലെങ്കിൽ പിന്നിലൂടെ സംഗതി പുറത്തു പോകും. ഇത് പുറത്തേക്ക് ഛർദിച്ച് പുറത്തേക്ക് വന്നപ്പോ മുമ്പ് യഥാർത്ഥ മുജാഹിദുകളായിരുന്ന കാലത്ത് എന്താ ചെയ്യാ, ഒരു കീസ് എടുത്തു കൊടുക്കും, കീസിക്ക് ഛർദിച്ചോ മെഡിക്കൽ ഷോപ്പ് കാണുമ്പോൾ അവിടുന്ന് ഒരു ഗുളിക വാങ്ങിയിട്ട് അതിന് ശമനം വരുത്താനുള്ള ഗുളിക വാങ്ങിക്കൊടുക്കും. ഇതിന് തീരുമാനം ഉണ്ടായത് എന്താ അറിയോ, ആരോ ചെയ്തതാണ്, അതുകൊണ്ട് ദ്വാരനോട് എല്ലാവരും കൂടി പോണി ശിഫയാകാനാണ്. ഏതാ ബസ് അറിയാം? മുജാഹിദ് സമ്മേളനത്തിൽ പോണ ബസ്സാ. സുന്നി സമ്മേളനത്തിൽ പോണ ബസ്സിനൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്, ഒരാളെ ഛർദിച്ചാൽ വേഗം മെഡിക്കൽ ഷോപ്പിന് മുമ്പിൽ വണ്ടി എടുക്കാണ്ട് ഗുളിക വാങ്ങിയാണ്ട്, ഇത് നമ്മളെ പഠിപ്പിച്ചതാവല്ലേ, ഇത് നമ്മൾ പഠിപ്പിച്ചതാ. ആ പഠിപ്പിച്ച ആളുകൾ നേരെ 60 കൊല്ലല്ല ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്ന രീതിക്ക് കാര്യങ്ങൾ മാറുക. അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുട്ടീനെ നോക്കിയിട്ട് എന്തേലും പറഞ്ഞാൽ കുട്ടിക്ക് ഫലിക്കും. ഒരു മറ്റേ കെട്ടിടത്തിനെ നോക്കി പറഞ്ഞാൽ കെട്ടിടം പൊളിഞ്ഞാടും. ഒരു കച്ചവടത്തിനെ പറ്റി പറഞ്ഞാൽ കച്ചവടം ഇല്ലാതെയാകും. അയൽപക്കത്തെ പശുവിനെ നോക്കിയിട്ട് പറഞ്ഞാൽ പശുവിന്റെ പാല് വറ്റിപ്പോകും. ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയുമോ? ആരുടേതായി സ്വഭാവം? അള്ളാഹുവിന്റെ ഖുർആൻ പറയാം, അല്ലദീന യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, ജൂതന്മാരുടെയും നസ്രാക്കളുടെയും വിശ്വാസങ്ങളിൽ പെട്ടതാണ് യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. സിഹറിലും പൈശാചിക ബാധയിലും വിശ്വസിക്കൽ ഓരോ സ്വഭാവമാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറയാം. എന്താ കണ്ണേറ്? അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നുള്ളതാണ്. അൽ ഐനു ഹഖ്ഖുൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൽ ഐന്, ആരാ അതിന് കണ്ണേറ് എന്നർത്ഥം പറഞ്ഞത്? അൽ ഐന് എന്ന് പറഞ്ഞാൽ, അൽ യദ് എന്ന് പറഞ്ഞാൽ കയ്യേറ് എന്ന് പറയാൻ പറ്റുമോ? അൽ ലിസാന് എന്ന് പറഞ്ഞാൽ നാക്കേറ് എന്ന് പറയാൻ പറ്റുമോ? അൽ ഐന് അദ്ദുആ, എന്താ അദ്ദുആ? പ്രസ്തുത തേട്ടം, ആ തേട്ടം. അൽ ഐന് ആ കണ്ണ്, ആ നോട്ടം, പ്രസ്തുത ഐന്. ഏതാ ഈ പ്രസ്തുത ഐന്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് തന്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. മിൻ ഐനിൻ ഹാസിദിൻ വമിൻ നഫ്സിൻ ഹാസിദിൻ, അസൂയാലുവിന്റെ നോട്ടത്തിൽ നിന്ന് ഇതാ നിങ്ങൾക്ക് ഞാൻ പടച്ചവനോട് കാവലിനെ തേടുന്നു. അതാണ് പ്രസ്തുത നോട്ടം, അല്ലെങ്കിൽ ആ കണ്ണ് എന്ന് പറഞ്ഞാൽ അസൂയാലുവിന്റെ നോട്ടമാണ്. എന്തിനാ അസൂയ എന്ന് പറയുന്നത്? ഒരാളുടെ നന്മ നീങ്ങിപ്പോവണമെന്ന നമ്മുടെ ചിന്തക്കാണ് അസൂയ എന്ന് പറയാം. നോക്കിയോണ്ട് അസൂയ നന്മ നീങ്ങിപ്പോകുക. ഒരാൾ നല്ല ബിസിനസ്സുകാരനാണ്, അയാളുടെ ബിസിനസ് തകരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, എന്നിട്ട് ഞാൻ അയാളെ തലങ്ങും വലങ്ങും അങ്ങനെ നോക്കി, അയാളുടെ ബിസിനസ് തകരുവോ? തകരില്ല. പിന്നെന്താ, ഞാൻ അയാളെ നോട്ടമിട്ടാൽ, അസൂയ വെച്ച് അയാളെ നോട്ടമിട്ടാൽ
പിന്നീട് വാക്കിലൂടെ പ്രവർത്തനത്തിലൂടെ അത് നടപ്പാക്കാൻ നോക്കും. ഞാൻ അയാളുടെ കച്ചവടത്തെക്കുറിച്ച് ഞാൻ ഇല്ലാത്തതൊക്കെ പറഞ്ഞു പരത്തും. ഏറി വന്നാൽ അത് കൊലപാതകത്തിൽ വരെ എത്തും. ലോകത്തിൽ ആദ്യം നടന്ന കൊലപാതകം അസൂയയുടെ പേരില. ആദം അലൈഹിസ്സലാമയുടെ 2 മക്കൾ, രണ്ടുപേരും ബലി നടത്തി. ഒരാളിൽ നിന്ന് അള്ളാഹ് സ്വീകരിച്ചു, മറ്റൊരാളിൽ നിന്ന് അള്ളാഹ് സ്വീകരിച്ചില്ല. ബലി സ്വീകരിക്കപ്പെട്ടവനോട് തന്റെ ബലി സ്വീകരിക്കാത്തതിൽ അസൂയയായി മറ്റവന്. അവസാനം കൊലപാതകത്തിൽ എത്തി. ഇതാണ് അൽ ഐന്, അസൂയയോട് കൂടിയുള്ള നോട്ടത്തിനല്ല പ്രശ്നം, നോട്ടത്തിനല്ല. അതിനേക്കാൾ ഉപരി ആ അസൂയാല് നോട്ടം വിട്ടാൽ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി അതിൽ നിന്ന് രക്ഷ തേടാൻ തീർച്ചയായും പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കാൻ ഹദീസിന്റെ ആവശ്യം തന്നെയില്ല. പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി അതേ നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇഖ്ലാസ് ഓതുന്നു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് പാരായണം ചെയ്യുന്നു, സൂറത്തുൻ നാസ് പാരായണം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ കൊണ്ട് തടവി കൊടുക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈക്കുള്ള പ്രത്യേകത ആയിഷ ബീവിയുടെ കൈകൾക്കില്ല, ലോകത്ത് ഒരു കൈകൾക്കുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അള്ളാന്റെ റസൂലിന് വേണ്ടി ആയിഷ ബീവി ഇങ്ങനെ 3 തവണ ഇതിങ്ങനെ ചൊല്ലിക്കൊടുത്ത് അവർക്ക് വേണ്ടി ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോ മഹദിയോട് അള്ളാന്റെ റസൂല് പറഞ്ഞു, പോ ആയിഷ, അന്ധവിശ്വാസം ചെയ്യല്ലേ, ഖുറാഫാത്ത് ചെയ്യല്ലേ, അങ്ങനെ ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടാ പറയുന്നത്, കണ്ണേറിയിൽ നിന്ന് രക്ഷ കിട്ടാനും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ വേണ്ടി ഓതിക്കൊടുത്ത, അതല്ലെങ്കിൽ മന്ത്രിച്ചു കൊടുത്ത സംഭവങ്ങൾ നിരവധിയില്ലേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് അല്ലാഹുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് അതേ മന്ത്രം നടത്തുകയാണ്. ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ ഉർഖീക് മിൻ കുല്ലി ശൈഇൻ യുദീക് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഔ ഹാസിദിൻ അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹി ഉർഖീക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ആരാ വരുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ രോഗിയായി കിടക്കുമ്പോഴാണ് വരുന്നത്. അല്ലാഹുവിന്റെ നാമത്തിൽ താങ്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ വസ്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും, ഔ ഐനിൻ കണ്ണിന്റെ ഉപദ്രവത്തിൽ നിന്നും, ഔ ഹാസിദിൻ അസൂയാലുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും താങ്കൾക്ക് കാവലിന് വേണ്ടി ഞാനിതാ താങ്കൾക്ക് വേണ്ടി മന്ത്രിച്ചു തരുന്നു. അല്ലാഹു യശ്ഫീക്, അല്ലാഹു നിങ്ങൾക്ക് സുഖം തരുമാറാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി കണ്ണേറുപാതയടക്കമുള്ള അസൂയാലുക്കളുടെ അസൂയയടക്കമുള്ള ഏത് വിധത്തിലുള്ള ശർറിൽ നിന്നുമൊക്കെ കാവൽ ചോദിക്കുന്ന നിലക്ക് ദുആ ചെയ്യുന്നു. ജിബ്രീൽ അന്ധവിശ്വാസം പഠിപ്പിക്കാൻ വന്നതാണോ? ജൂദായിസം പഠിപ്പിക്കാൻ വന്നതാണോ? എന്ത് പറ്റിപ്പോയി നമ്മുടെ മൗലവിമാർക്ക്? ഈ ഇടവണ്ണയിൽ